അങ്ങ് അകലെയെന്ന് നമ്മൾ കരുതിയിരുന്ന അടുത്ത സംസ്ഥാന അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി ഇനി കേവലം ഒരു കൊല്ലം മാത്രമാണ് ബാക്കിയുള്ളത്. ശരിക്കുള്ള ഒരു കൗണ്ട് ഡൗൺ ഫേസിലാണ് നമ്മളിപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈനംദിന ചർച്ചകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഏത് മുന്നണി അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കും, ആര് ഭരണത്തിലേറും എന്നൊക്കെയാണ്. രാഷ്ട്രീയ ബോധമുള്ള ഒരു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വാഭാവികം മാത്രം. കഴിഞ്ഞ മാസം ഗ്രൗണ്ട് സീറോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ആദ്യ സർവേ ഓർക്കുന്നുണ്ടാകുമല്ലോ. ഇതനുസരിച്ച് UDFന് 85 സീറ്റും LDFന് 55ഉം NDAക്ക് 1 എന്നായിരുന്നു അന്തിമ ഫലം. എന്നാൽ ഇന്ന് പുറത്തു വരുന്ന സർവേ പ്രകാരം UDF വലിയ തോതിൽ സീറ്റ് നില വർദ്ധിപ്പിക്കുന്നതാണ് നാം കാണുന്നത്. NDAയെ സംബന്ധിച്ചിടത്തോളം LDFനെ പോലെ തന്നെ അവർക്കും ഇത് നിരാശാജനകമായ ഒരു മാസമായിരുന്നു. കഴിഞ്ഞ മാസം NDAക്ക് ഒരു സീറ്റ് ലഭിക്കുമെന്ന സൂചനയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ BJP നയിക്കുന്ന മുന്നണി രണ്ടാം വട്ടവും അക്കൗണ്ട് തുറക്കാൻ സാധിക്കില്ല എന്നാണ് കാണുന്നത്. 3 വ്യക്തമായ കാരണങ്ങൾ കൊണ്ടാണ് UDFന് കൂടുതൽ ജനപിന്തുണ നേടാൻ സാധിച്ചിട്ടുള്ളത്. പ്രധാനമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള SFIO സമർപ്പിച്ച കുറ്റപത്രമാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ആശാപ്രവർത്തകരുടെ സമരം, അതിനോട് ഗവൺമെന്റിനുള്ള നിസ്സംഗതയൊക്കെ ഏറെ ആളുകളെ LDFിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. ഉയർന്നുകൊണ്ടിരിക്കുന്ന അവശ്യ സാധനങ്ങൾക്കുള്ള വില നിലവാരം, ദൈനംദിനം കൂടി വരുന്ന വന്യജീവി ആക്രമണം, സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി ഉപയോഗത്തിന്റെ വ്യാപനം എന്നിവയ്ക്ക് പുറമെ 9 കൊല്ലമായി കേരളം ഭരിക്കുന്ന LDFനെതിരെയുള്ള ഭരണവിരുദ്ധ തരംഗവും നമ്മുടെ ഈ സർവേയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിവിധ ജില്ലകളിൽ ഇരു മുന്നണികളും നേടുന്ന സീറ്റ് നില പരിശോധിക്കാം. നമ്മുടെ ഈ ഉദ്യമം അങ്ങ് വടക്ക് കാസർഗോഡ് നിന്ന് ആരംഭിക്കാം. ആകെ 5 സീറ്റുകളാണ് ഈ ജില്ലയിലുള്ളത്. ഈ സർവേ പ്രകാരം ഇവയിൽ 3 എണ്ണം UDF നേടുമ്പോൾ LDFന് 2 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. തൊട്ടടുത്ത ജില്ലയായ കണ്ണൂരിലും സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ല. ഇവിടെയുള്ള 11 സീറ്റിൽ UDFന്റെ മേൽക്കോയ്മ 7 സീറ്റിൽ വ്യക്തമാകുമ്പോൾ LDFന് വൻ തിരിച്ചടിയാണ് ഉണ്ടാകുക. ഇന്നത്തെ ഭരണപക്ഷത്തിന് ഇവിടെ 4 സീറ്റ് മാത്രമേ ലഭിക്കാൻ സാധ്യത കാണുന്നുള്ളൂ. വയനാട്ടിലെ സ്ഥിതി കഴിഞ്ഞ സർവേയിൽ നിന്നും ഒരു മാറ്റവും പ്രവചിക്കുന്നില്ല. ഇവിടെയുള്ള 3 സീറ്റും UDFന് ലഭിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ തവണ LDF കൈക്കലാക്കിയ മാനന്തവാടിയും ഉൾപ്പെടുന്നുണ്ട്. ഏറെ നാളായി UDF പിന്നോട്ട് നിന്നിട്ടുള്ള കോഴിക്കോട് ജില്ലയിലും സ്ഥിതിഗതികൾ അടുത്ത കൊല്ലം വ്യത്യസ്തമായിരിക്കും. 13 അസംബ്ലി മണ്ഡലങ്ങളാണ് ഈ ജില്ലയിലുള്ളത്. ഇവയിൽ 7 സീറ്റ് ലഭിക്കാനുള്ള UDFന്റെ സാധ്യത ഏറെയാണ്. LDFനാകട്ടെ മിച്ചമുള്ള 6. സംസ്ഥാന അസംബ്ലിയിലേക്ക് ഏറ്റവും കൂടുതൽ സാമാജികരെ അയക്കുന്ന മലപ്പുറം ജില്ലയിൽ ഒരു UDF തരംഗം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇവിടെയുള്ള 16ൽ UDF 14 സീറ്റിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ LDF ആകട്ടെ മുന്നിട്ട് നിൽക്കുന്നത് കേവലം 2 സീറ്റിൽ മാത്രമാണ്. UDFന്റെ മെച്ചപ്പെട്ട പ്രകടനം പാലക്കാട് ഉണ്ടാകുമെന്നാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ തവണ കേവലം 2 സീറ്റാണ് UDF വിജയിച്ചത് എങ്കിൽ വരും കൊല്ലം ഇത് 6ആയി ഉയർത്തുമെന്ന് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. മിച്ചമുള്ള 6 സീറ്റ് LDFനൊപ്പം നിൽക്കാനാണ് സാധ്യത. തൃശൂരിൽ UDF വൻ തിരിച്ചടിയാണ് നേരിട്ടത്. 13ൽ ഒരു സീറ്റ് പോലും നേടാൻ അന്നവർക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഈ സർവേ പ്രകാരം UDF അതിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കും എന്നാണ് സൂചന. 7 മണ്ഡലങ്ങളിലുള്ള സമ്മതിദായകർ UDFന് അനുകൂലമായി വിധി എഴുതുമെന്നാണ് ഗ്രൗണ്ട് സീറോയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മിച്ചമുള്ള 6 സീറ്റുകൾ LDFന് ലഭിക്കും. കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും ഏറെ വേരോട്ടമുള്ള മണ്ണാണ് എറണാകുളത്തേത്. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഇവിടെയും UDF അപ്രതീക്ഷിത തിരിച്ചടികൾ 2021 നേരിട്ടിരുന്നു. അടുത്ത കൊല്ലം
ഇതിന് വ്യത്യസ്തമായ സ്ഥിതിയായിരിക്കും ഈ ജില്ലയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെയുള്ള 14 സീറ്റിൽ UDF 11 സീറ്റ് നേടുമ്പോൾ LDFന് വിജയ സാധ്യതയുള്ളത് കേവലം 3 സീറ്റുകളിൽ മാത്രം. UDFന് അനുകൂലമായ ഒരു സ്ഥിതിയാണ് ഇടുക്കിയിൽ ഇന്ന് നിലനിൽക്കുന്നത്. ആകെയുള്ള 5 സീറ്റുകളിൽ UDF ഇതിനോടകം തന്നെ 4 സീറ്റിൽ തങ്ങളുടെ വ്യക്തമായ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ LDFന് വിജയ സാധ്യതയുള്ളത് വെറും 1 സീറ്റിൽ മാത്രമാണ്. ആലപ്പുഴയുടെ സ്ഥിതിയും വ്യത്യസ്തമായിരിക്കില്ല. ഇവിടെയുള്ള 9 സീറ്റിൽ ഇന്നത്തെ സ്ഥിതിക്കണക്കനുസരിച്ച് UDF 6 സീറ്റ് നേടാനാണ് സാധ്യത കാണുന്നത്. തൊട്ടടുത്ത കോട്ടയം ജില്ലയിലും 9 സീറ്റുകളാണുള്ളത്. ഇതിൽ വീണ്ടും UDF 6 സീറ്റുകൾ നേടുമെന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. മിച്ചമുള്ള 3 സീറ്റുകൾ LDFന് അനുകൂലമായിരിക്കും. തൃശൂർ പോലെ വൻ തിരിച്ചടിയാണ് UDF 2021 പത്തനംതിട്ടയിൽ നേരിട്ടത്. ഇവിടെയുള്ള 5 സീറ്റിൽ ഒരെണ്ണം പോലും അന്ന് UDFന് നേടുവാൻ സാധിച്ചിട്ടില്ല. ഇതിന് വ്യക്തമായ ഒരു മാറ്റം അടുത്ത കൊല്ലം സംഭവിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഈ സർവേ പ്രകാരം UDFന് പത്തനംതിട്ടയിൽ 4 സീറ്റുകൾ ലഭിക്കുമ്പോൾ LDFന്റെ മുൻതൂക്കം മിച്ചമുള്ള 1 സീറ്റിൽ മാത്രം ഒതുങ്ങും. കഴിഞ്ഞ പ്രാവശ്യം വെറും 2 സീറ്റാണ് UDF കൊല്ലം ജില്ലയിൽ നേടിയത്. അതൊരു പഴങ്കഥയായി മാറ്റിക്കൊണ്ട് അടുത്ത കൊല്ലം UDF ഇവിടെ 11ൽ 6 സീറ്റ് നേടുമ്പോൾ LDF വീണ്ടും പരുങ്ങലിലാകും. 5 സീറ്റുകളിൽ മാത്രമാണ് LDF ഈ സർവേകളിൽ മുന്നിട്ട് നിൽക്കുന്നത്. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് UDF ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് സർവേ ഫലങ്ങൾ കാണിക്കുന്നത്. ഇവിടെയുള്ള 14 സീറ്റുകളിൽ 8 എണ്ണത്തിൽ UDF വെന്നിക്കൊടി പാറിക്കുമ്പോൾ മിച്ചമുള്ള 6 സീറ്റ് LDFന് അനുകൂലമായി വിധിയെഴുതും. ഈ സർവേ പ്രകാരം UDFന് ആകെയുള്ള 140 സീറ്റുകളിൽ നിന്ന് 92 എണ്ണം ലഭിക്കുമ്പോൾ LDFന് 48 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. 2021 LDFന്റെ കക്ഷിനില 99 ആയിരുന്നപ്പോൾ UDF 41 സീറ്റുകൾ മാത്രം വിജയിച്ച് ഏറെ പിന്നിലായിരുന്നു. ഇത് വലിയ തോതിൽ മാറുമെന്നാണ് ഈ സർവേ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. വരും മാസങ്ങളിലും ഗ്രൗണ്ട് സീറോ ഇത്തരം സർവേകളുമായി മുന്നോട്ട് പോകുകയും നിങ്ങളിൽ അവയുടെ ഫലങ്ങൾ കൃത്യതയോടുകൂടി എത്തിക്കാൻ സാധിക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.